ദാനധർമ്മം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. ഏതൊരു മനുഷ്യനെയും അവന്റെ ദാരിദ്ര്യത്തിൽ നിന്നും തടഞ്ഞു നിർത്തുന്ന വളരെ പുണ്യമായ ഒരു കർമ്മമാണ് ദാനധർമ്മം. ഏതെങ്കിലും ആവശ്യക്കാരനായ ഒരു വ്യക്തി നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ ദാനധർമ്മത്തിൽ നിന്നും നാം ഒഴിഞ്ഞു നിൽക്കാൻ പാടില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അതിനെ തടയാനും പാടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സദഖത്തു തുത്ഫിഉൽ ഖതിഅത. സദഖ ആ മനുഷ്യന്റെ പാപങ്ങളെ മായ്ച്ചു കളയും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അബദ്ധവശാൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ ഉടൻ തന്നെ ധർമ്മം ചെയ്യണം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ധർമ്മത്തിലൂടെ ഒരുപാട് തെറ്റുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയുകയും നമുക്ക് നന്മയെ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നാം ധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിയത്ത് ചെയ്ത് ധർമ്മം ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ധർമ്മം ചെയ്തതായ വ്യക്തിക്ക് പ്രതിഫലം നഷ്ടപ്പെടുകയില്ല, നമ്മുടെ മാതാപിതാക്കൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുകയും ചെയ്യും. ആ നിലയിലായിരിക്കണം ചെയ്യേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു ദാനധർമ്മം ചെയ്താലും ശരി, ആ മാതാപിതാക്കൾ അവരെ നാം മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളം പുണ്യം ചെയ്യാനുള്ളതായ തൗഫീഖ് നമുക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.